Until a boy or a girl or your children get married, they are the part and participle of your family. മക്കൾ വിവാഹിതരാകുന്നിടം വരെ അവർ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. For this reason a man shall leave his father and mother means ഈ കാരണം കൊണ്ട് അവർ മാതാപിതാക്കളെ വേർപിരിയും എന്ന് പറഞ്ഞാൽ you should not leave your father and mother for any other reason. മറ്റൊരു കാരണം കൊണ്ടും മാതാപിതാക്കളിൽ നിന്ന് വേർപിരിയുവാൻ പാടില്ല എന്നാണ്. Why? എന്താ? A little before that the Lord said it is not good for man to be alone. അതിന്റെ കാരണം കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. So if a son or daughter disassociates from the parental family മാതൃ കുടുംബത്തിൽ നിന്നും ഒരു മകനോ മകളോ മാറി നിൽക്കുകയാണെങ്കിൽ and remain single, എന്നിട്ട് ഏകനായി അല്ലെങ്കിൽ ഏകയായി ജീവിക്കുകയാണെങ്കിൽ that is the worst loneliness a child can face in his life. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞിന് നേരിടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏകാന്തതയാണത്. They should be submissive to their parents, living with the parents. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരോടൊപ്പം അവർ ആയിരിക്കണം. Wherever they are in any corner of the world, ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും you have to have a responsibility over them. അവിടെ അവരോട് ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. And you should be a steward. നിങ്ങളൊരു കാര്യസ്ഥനായിട്ടിരിക്കണം. So your children become the part of the church where you are fellowshipping, the house of God. ദൈവഭവനത്തിലായിരിക്കുമ്പോൾ അവർ നിങ്ങൾ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കണം. There are many families where the children opt to go to some other church, parents go to a different church in the modern days. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ഒരു സഭയിൽ പോകുന്നു, മക്കൾ മറ്റൊരു സഭയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. The married and separated, living as a different family, let them opt where they want to go. I'm not talking against it. വിവാഹിതരായി കുടുംബസ്ഥരായി അവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയാൽ അത് മറ്റൊരു കാര്യം. But young children in their 20s, in their late teens, who want to go to another church, they are not happy with the parental church. എന്നാൽ യുവാവസ്ഥയിൽ അവിവാഹിതാവസ്ഥയിൽ അവർ മാതാപിതാക്കളോടൊപ്പം അവരുടെ യോഗത്തിന് പോകുവാൻ തയ്യാറാകുന്നില്ല. Oh, they are going to the youth church. അവർ യുവാക്കളുള്ള സഭയിലേക്കാണ് പോകുന്നത്. The Bible does not have a concept of the youth church. യൂത്ത് ചർച്ച് എന്ന ഒരു വസ്തുത വേദപുസ്തകത്തിലില്ല. There is no church exclusively for the young people. ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം ഒരു സഭ എന്ന ആശയം തിരുവെഴുത്തിലില്ല. Family is the part of the church of God. ദൈവസഭയുടെ ഭാഗമാണ് ഓരോ കുടുംബവും. If your children go out to some place for studying, മക്കൾ മറ്റേതെങ്കിലും സ്ഥലത്ത് പഠനത്തിനായിട്ട് പോകുമ്പോൾ let them go to any of the nearby churches for 2 or 3 years when they are living there. Nothing wrong in that. അവര് തങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ 2-3 വർഷം പോകട്ടെ, അതിൽ കുഴപ്പമില്ല. But if someone says I am only working among the children who come from believers family and our church is only the youth church, it is not a biblical concept. ഒരാൾ പറയുകയാണ്, വിശ്വാസികളുടെ മക്കളായി വരുന്ന ആളുകളുടെ ഇടയിൽ മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു സഭയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വചനാനുസൃതമല്ല. Oh, we want to sing the songs that the youth like. ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to play the music that the youth like. ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളതായ മ്യൂസിക് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. We want to give the sermon that the youth like. ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളതായ പ്രസംഗം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. In many churches today there is no teaching of the word of God. ഇന്ന് അനേകം സഭകളിലും വചനത്തിന്റെ പഠനമില്ല. Youth sit together and debate and discuss and come with a conclusion. ചെറുപ്പക്കാരായ ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന് പല ആശയവാദഗതികളൊക്കെ നടത്തി അവരതിന്റെ ഒരു കൺക്ലൂഷനുമായിട്ട് വരികയാണ്. That becomes the doctrine of the church. അത് സഭയുടെ ഉപദേശമായി പരിണമിക്കുന്നു. That is not the biblical pattern. അതല്ല തിരുവചനാനുസൃതമായ മാതൃക. When you talk about the stewardship of the family within the church of God, ദൈവസഭയിലെ കുടുംബത്തിന്റെ കാര്യസ്ഥതയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ the husband, the wife and the children should stay together until the children are separated to be a separate family unit. ഭാര്യയും ഭർത്താവും മക്കളും മക്കൾ വിവാഹിതരാകുന്നിടം വരെ ഒരു യൂണിറ്റായി ഒന്നിച്ച് ദൈവസഭയിലായിരിക്കുക. Children have to be submissive to their parents. മാതാപിതാക്കൾക്ക് അവർ കീഴടങ്ങിയിരിക്കണം. Parents should have an oversight over their children. മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. Oh, the boy comes, the girl comes from the college. മകൻ ഇതാ കോളേജിൽ നിന്ന് വരുന്നു, goes into the room, close the door, റൂമിലേക്ക് പോകുന്നു, റൂം അടയ്ക്കുന്നു. don't know what is happening inside. മുറിക്കുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. What are the children doing? എന്താ മക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? He is checking email. അവൻ ഇമെയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Whether email or the other mail, who knows what is checking? ഇമെയിൽ ആണോ മറ്റെന്തെങ്കിലും മെയിൽ ആണോ എന്ന് ആർക്കറിയാം? Beloved, let me tell you. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, your children may be
maybe educated, going to a higher level of studies, their IQ level may be different. ആ കുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, അവരുടെ ചിന്താശക്തിയൊക്കെ ഉന്നതമായിരിക്കാം. But if they do not submissive to you and remain with you to follow the principles of the church of God, to be in the same church, നിങ്ങൾക്ക് കീഴടങ്ങിയിരുന്ന് നിങ്ങളോടൊപ്പം നിങ്ങൾ പോകുന്ന അതേ സ്ഥലം സഭയിൽ ആയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ there is something wrong there. എന്തോ പിശകുണ്ട് എന്ന് മനസ്സിലാക്കണം.